ഹായ് ഗായ്സ്, ഞാനിപ്പം എൻ്റെ മോൻ്റെ കരാട്ടെ ക്ലാസ്സിലാണ് നിൽക്കുന്നത്. ചെങ്ങന്നൂരുള്ള കരാട്ടെ ക്ലാസ്സാണ്. സംഭവം ജോയിൻ ചെയ്ത് 3-4 മാസമായി. ഞാനിതുവരെയും ഇവിടെ വന്നിട്ടില്ല. ആക്ച്വലി ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തത്. ഞാനിന്ന് അവനെ കൊണ്ടാക്കി. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു വൈബാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊച്ചിക്കുട്ടികളല്ലേ, കൊച്ചിലെ മുതലേ ഇവർ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസൊക്കെ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്നും നോക്കിയില്ല, അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇറ്റ്സ് വെരി നൈസ്. കാരണം എത്ര കാലം ഇവരൊക്കെ കണ്ടിന്യൂ എന്ന് നമുക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ പോകുന്നിടത്തോളം പോട്ടെ. അത് ഹെൽത്ത് വൈസും അവരുടെ ബോഡിയുടെ ഫിറ്റ്നസ് വൈസും വളരെ നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർ വേറെ മറ്റ് ആക്ടിവിറ്റീസിലൊത്തൊന്നും പോകത്തില്ലല്ലോ എന്ന് കരുതാം. അപ്പോൾ ശരി, അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടു നോക്കുക. അടിപൊളിയാണ്, നൈസാണ്. ഹായ് അങ്കിത്. ഹായ്, ഹൗ ആർ യു? Fine. Okay, where are you going? Karate class. കരാട്ടെ ക്ലാസ്. ഈ കരാട്ടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Fighting ഒരു class. Fighting. ഫൈറ്റിംഗ്. ഫൈറ്റിംഗ് മീൻസ് ഇടിക്കുന്നു. ഓക്കെ. എത്ര ക്ലാസ് പഠിച്ചപ്പോൾ? ഒരു 4-5 മാസമായി. 5 മാസം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചപ്പോൾ? എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത്? ഇത് വീടല്ലേ, താഴോട്ട് നോക്കട്ടെ. ഓക്കെ, എന്തൊക്കെയാ പഠിപ്പിച്ച? എന്ത് അടുത്ത്? ഓക്കെ. അതിങ്ങനെ ആളെത്താം. ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇടിച്ചിട്ട് പുറകെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇവിടെ ഇടിച്ചിട്ട് അവരുടെ മുഖത്ത് ഇടിച്ചിട്ട് വീണ്ടും. അപ്പൊ അവർക്ക് എന്തെങ്കിലും അപ്പൊ അവരെ നീ ആശുപത്രി കൊണ്ടുപോണ്ടേ? എനിക്ക് അവരെന്റെ എനിമിയാണ്. അപ്പൊ എനിമീസ് എന്തെങ്കിലും പറ്റിയ പോലീസ് ഇടിച്ചാലോ? അതിനെന്താ? അപ്പൊ ഇത് നമുക്കിത് റോഡിൽ എല്ലാവരും ഇടിക്കാൻ പറ്റും ഇങ്ങനെ? പിന്നെ സാറെന്താ പറഞ്ഞ? സാറ് പറഞ്ഞ നമ്മളെ ഇടിക്കാൻ വരുന്നവരെ ഒരു കുഞ്ഞ് ഇങ്ങനൊക്കെ ഇടിച്ചാൽ മതിയെന്ന്. അപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ചുമ്മാ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഇടിക്കാം. പിന്നെ നമ്മൾ ആർമിയിൽ കയറിയിട്ട് ആൾക്കാരെ ഇടിക്കുവാണെങ്കിൽ നല്ല പവറിൽ ഇടിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവര് തോക്കെടുത്ത് വെടിവെച്ച് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്തോ? എന്തോ അങ്ങനെയല്ലേ, ഷീൽഡ് കിട്ടത്തില്ല, നമ്മൾക്കും തോക്ക് കിട്ടത്തില്ല. ഓ, അപ്പം കുഴപ്പമില്ലല്ലേ? കൺഫ്യൂഷൻ ആയില്ല. അപ്പം സാറിനോട് ചോദിച്ചു നോക്കട്ടെ. അപ്പം നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനിമീസിൻ്റെ തോക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കണം. വേറെ എന്തൊക്കെ? ഓ ഓ, അത് നറൂട്ടോ അല്ലേ അങ്ങനെ ചെയ്യുന്നത്? നറൂട്ടോടെ പഠിപ്പിച്ചോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ താഴെ നിന്ന് പവർ വരും അല്ലേ? വേറെ എന്തൊക്കെ പഠിച്ചേ? ഫോണ് പോയാനെ ഇപ്പം. ഇതെന്തോ ഡ്രസ്സ്? ഇത് കരാട്ടെ ഡ്രസ്സാണോ? ഓ ഓക്കെ, ഫൈൻ. സോ മിസ്റ്റർ കരാട്ടെ അങ്കിത്, സോ എന്താണ് അങ്കിത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് കരാട്ടെ ഒക്കെ പഠിച്ചിട്ട്? കരാട്ടെ സാറാവോ? പിന്നെ എന്താണ് ഫുൾ ടൈം എല്ലാവരും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നടക്കുമോ? ബ്ലാക്ക് ബെൽറ്റ്? ഇപ്പം എത്ര ബെൽറ്റ് കിട്ടി? ഇപ്പം ഇത് വൈറ്റ് ബെൽറ്റ് അല്ലേ? എത്ര ബെൽറ്റ് ഉണ്ട്? എത്ര ബെൽറ്റ് ഉണ്ട്? അപ്പൊ വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, പർപ്പിള്, പിന്നെ ബ്രൗണ്, ബ്ലാക്ക്. ഓ, ഇപ്പൊ നിനക്കിപ്പോ എത്രയായി? ഫസ്റ്റ് ആയതേ. ഓക്കെ 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 ഓക്കെ. വേറെ എന്തൊക്കെ അറിയാം? വേറെ എന്തൊക്കെ പഠിപ്പിക്കും? പുഷപ്പ്, പുള്ളപ്പ് ഒക്കെ പഠിപ്പിക്കുമോ? പിന്നെ പുഷപ്പ് ഒക്കെ പഠിക്കും. പുഷപ്പ് ഒക്കെ ചെയ്യോ? ഓ, അങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതൊക്കെ ചെയ്യോ? കാണിച്ചോ. അയ്യേ, കരാട്ടെ ഇവിടെ വെയിൽ. എടാ, കരാട്ടെ പഠിക്കുന്ന വലിയ ഫൈറ്റേഴ്സിന് വെയിലൊന്നും കണ്ട് പേടിക്കാൻ പാടില്ല. മതി മതി മതി, കുഴപ്പമില്ല. എന്തായാലും ഒരെണ്ണമൊക്കെ ചെയ്തില്ലേ? നിന്റെ പ്രായത്തിൽ ഒരെണ്ണം പുഷപ്പ് എന്തെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് അങ്കിത് ഫോർ എക്സ്പ്ലെയിനിങ് അബൌട്ട് കരാട്ടെ. ഓക്കെ, സോ ഇതേക്കുറിച്ച് കൂടുതൽ ബ്ലാക്ക് ബെൽറ്റും അതിൻ്റെ അപ്പുറത്തെ ബെൽറ്റും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സംഭവം നമ്മൾ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ നിലയിൽ ടോപ്പ് ഫ്ലോറിൽ റൂഫ് ടോപ്പിലാണ് ഇവരുടെ ക്ലാസ് നടക്കുന്നത്.
ആദ്യമൊക്കെ ഇവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് പമ്മി. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവന്മാർ പോകും. ഒന്ന് വീട്ടിൽ റിലാക്സ് ചെയ്യാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരങ്ങ് മടിക്കും. അപ്പം പേരൻസിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് എഫർട്ട് എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിലേ നമ്മളും മന്ദതയാണ്. പിന്നെ അപ്പോൾ ഓബിയസ്ലി അവരും നമ്മളെപ്പോലെ മന്ദതയാവും. കാരണം വീട്ടിൽ ഇരുന്ന് മറ്റേ ഓരോ റീൽസും ഇവന്മാർ യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സും റീൽസും തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അതും കണ്ട് ചബ്ബിയാവുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, നല്ല സെറ്റപ്പാണ്, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ആസ് എ പേരൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനേഴ്സ് അത്യാവശ്യം ക്വാളിഫൈഡ് ആണോ, അതേപോലെ തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണോ, ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ. ഇൻ ഹിസ് കേസ് ദിസ് ഗൈസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഗൈ, സോ ഐ ആം pretty much happy with that. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു ആഴ്ചയിൽ 2-3 ക്ലാസ്സും പിന്നെ ഒരു കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെയിറ്റ് ട്രെയിനിങ്ങും അത് മതി. ഇവന്മാരെല്ലാം ക്ലിയർ ആവും. കാരണം ഫ്ലെക്സിബിലിറ്റിയും പിന്നെ ഒരു അല്പം സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. പിന്നെ ഡയറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം ഇവരൊക്കെ ചെറുപ്പമല്ലേ, കൊച്ചു പിള്ളേരല്ലേ, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അടുമ്പിടുത്തം പിടിക്കേണ്ട. കാരണം ഇവന്മാരുടെ മെറ്റാബോളിസമൊക്കെ വേറെ ലെവലാണ്. ബട്ട് സ്റ്റിൽ ട്രെയിനർ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എഗ്ഗൊക്കെയാണ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബോയിൽഡ് ചിക്കനൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് അറൗണ്ട് 35-40 കിലോസിനകത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 എഗ്ഗ് തന്നെ ധാരാളം. 2-3 എഗ്ഗും പിന്നെ ഒരു പീസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റും കാര്യങ്ങളും അങ്ങ് സെറ്റാവും. ഈ പർട്ടിക്കുലർ സെൻറ്ററിൻ്റെ പേര് ഒക്കിനാവൻ അക്കാഡമി ഓഫ് മാർഷൽ ആർട്സ് എന്നാണ് എൻ്റെ പേര്. സംഭവം ഇത് ചെങ്ങന്നൂരിൽ നിന്ന് പ്രോപ്പർ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിനകത്താണ് ഈ സെൻറ്റർ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ട്രെയിനറിൻ്റെ അല്ലെങ്കിൽ മാസ്റ്ററിൻ്റെ പേര് വന്നിട്ട് രാജേഷ് എന്നാണ്. ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി ഗായ്. ഹീ നോ ഹൗ ടു ഹാൻഡിൽ കിഡ്സ്. ലൈക്ക് മനസ്സിലായില്ല, അവരുടെ ലിമിറ്റേഷൻസും അവരുടെ ആ ഒരു വൈബും അനുസരിച്ച് പുള്ളിക്കാരൻ കറക്റ്റ് രീതിയിൽ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്ട്രിക്റ്റ് എന്ന അത്ര ഹമ്പിളും അല്ല, മനസ്സിലായി. അടിപൊളി. എനിക്കൊരു മാസ്റ്ററായി കൊള്ളാം എന്നൊരാഗ്രഹം കണ്ടപ്പോൾ തോന്നി. സോ ഇതിടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയിട്ട് നമ്മളെ ഒന്ന് കണ്ടിട്ട് അവൻ തിരിച്ച് പോയതാണ്. പിന്നെ അവസാനം വൈൻഡപ്പ് ചെയ്യാൻ നേരം കുറേ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അറൗണ്ട് 1.5 hour അത്രേ ഉള്ളൂ ക്ലാസ്. ദാറ്റ്സ് ഇനഫ്. നോക്കാം, ഇവന്മാർ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രോഗ്രസ് ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. കാരണം ഇത് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെൽറ്റുകൾ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ വയസ്സായാലും റിട്ടയർമെൻ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. കുറേ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ആ ഒരു വൈബ് ഓണാക്കി അങ്ങനെ മുന്നോട്ട് പോകാം. ഇറ്റ്സ് എ വെരി നൈസ് തിങ്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഫിറ്റ്നസ്സാണ്. അതേപോലെ തന്നെ നല്ലൊരു മൈൻഡ് സെറ്റും നല്ല എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഓൾസോ ബിക്കം എ മാസ്റ്റർ ഇൻ കരാട്ടെ ഓർ കുങ് ഫു ഓർ വാട്ട്. ക്ലാസ് അടിപൊളിയായിരുന്നു. എന്ത് വെള്ളം ഫുൾ ടൈം വെള്ളം കൂടിയാണല്ലോ. ക്ഷീണിച്ചാണ്, ഇടി കിട്ടിയ എന്ത്? ഓ അങ്ങനെ. നീ ആരെങ്കിലും ഇടിച്ചോ? ഇല്ല.